ആദ്യമായിട്ടോ ഒത്തെ കുറെ നേരമായി നോക്കുന്നു. ഒന്നുകൂടി ഇട്ട് തേക്ക്. ഓഹോ ഇവിടെ തന്നെ വരുന്നുണ്ട്. 4 മണിക്ക് കടലയുള്ളോ? കടലയും കടുങ്കാപ്പി. അതൊന്നും പോരാ, ഞാൻ സ്കൂളിൽ പോയിട്ട് വിശന്നാ വന്നേ. അതിനൊരു പാത്രം നിറയും കടലയുണ്ട്. ഇല്ല, എനിക്ക് നല്ല കട്ടിക്ക് വല്ലതും കഴിക്കാൻ വേണം. കട്ടിക്കെന്നാ കഴിക്കുന്നത്? അതെ, എന്നെ പണിയായിരുന്നു. ആട്ടെ, ഇന്നത്തിനെ പറ്റിയ ക്ലാസ് എടുത്ത് അതൊന്ന് കേക്കട്ടെ. ഇന്ന് ലഹരി വിമുക്ത ക്ലാസ്. എന്നിട്ട് എല്ലാരും കേസ് വെച്ചോ? ഇന്നൊന്നും പഠിപ്പിച്ചില്ല, വെറുതെ ഇരിക്കുന്നു. ഇന്ന് അതിന് ബുക്കും കൊണ്ടുപോയില്ല, ഒന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് അതിലാ പറഞ്ഞ് പിള്ളേരെല്ലാം കേസ് വെച്ചോ? അതോ ആരാ ക്ലാസ് എടുത്തേ? രാജീവ് സാർ. ഓരോ ക്ലാസ്സിലും വന്നെടുക്കുവാണോ? അതറിയത്തില്ല, ഞങ്ങളുടെ കയ്യിൽ വൈകിട്ടാവുന്നേ. അതുവരെ എന്നെ എടുക്കുമായിരുന്നു. അതുവരെ വെറുതെ ഇരിക്കുമായിരുന്നു, വെറുതെ രാവിലെ ചേട്ടാച്ചനെ ചേർത്തു. കുളിച്ചിട്ടൊക്കെ വാ, കഴിക്കാൻ തരാം. പിന്നെ സ്കൂളിൽ നിന്ന് കുളിക്കണ്ടേ? കുളിച്ചിട്ടേ കടല പോലും തരാവുള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഈ വെയില് വരുമ്പോ നല്ല രസമല്ലേ? കൊറേ ദിവസം ആയില്ലായിരുന്നു വെയില് വന്നിട്ട്. നല്ല രസമല്ലേ കാണാൻ? കാറ്റുണ്ട്, എന്നാലും നല്ല അത്യാവശ്യം. രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു, എന്നാലും ചൂടെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാന്ന് വിചാരിച്ചായിരുന്നു. നിങ്ങൾക്കും ചായ വേണോ? ഞങ്ങൾ കടുങ്കാപ്പി കുടിച്ചു. ചായ വേണ്ട? ചായ വേണ്ട. ചായ വെക്കുന്നോ? എന്നാ ചായയാണോ കെലോക്സ് ആണോ? കെലോക്സ്. ചായ മതിയോ? അല്ല, വേണ്ട. ചേട്ടാച്ചനെ വേണമെന്ന് ചോദിച്ചേ. ചായ ഉണ്ടാക്കും നല്ല ഒച്ച. തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞങ്ങൾക്ക് വീട്ടിൽ പണി ചെയ്യാൻ ഒരാൾ വേണമായിരുന്നു. അതിനാ നിന്നെ ഇങ്ങനെ പണി ചെയ്ത് പഠിപ്പിക്കുന്നത്. അവനവന്റെ കാര്യങ്ങൾക്കേ വേറെ ആരെ ആശ്രയിക്കാൻ പോകരുത്. നമ്മളിതെല്ലാം പഠിച്ചിരിക്കുവാണെങ്കിലേ ചേട്ടാച്ചന് പഞ്ചസാര വേണ്ടായിരിക്കും കേട്ടോ. വേണ്ടേ? അയ്യോ, ഞാൻ ഇട്ടുപോയി. സാരമില്ല, ഒരു ദിവസം കഴിച്ചെന്നോർത്ത്. ഷുഗർ കട്ട. നീ അവന്റെ എല്ലാം തെറ്റിക്കുവോ? എന്തൊക്കെയാണ് ഷുഗർ കട്ട്, റൈസ് കട്ട്, എന്തൊക്കെയോ ഉണ്ട്. കെലോക്സ്, മുട്ട, ബ്രെഡ് ഓംലേറ്റ്. കണ്ടോ, പ്രൊഫഷണല പതപ്പിച്ച് ഒഴിക്കുന്നുണ്ടോ? കണ്ടോ കണ്ടോ പതപ്പിച്ച്. കുഞ്ഞെ ആരാ പതപ്പിച്ചല്ലോ, സ്പൂണൊന്നും ഇല്ലാതെ. ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിട്ടിന് കുറച്ചു നേരം വെക്കണ്ടേ? അത്രയൊക്കെ വേണോ? ഫസ്റ്റ് ഉള്ള ഒരു വിശപ്പൊന്ന് തീർക്കാം. അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ല, അത് തീർക്കത്തേ ഉള്ളൂ. ഫസ്റ്റ് വിശപ്പ്, പിന്നെ സെക്കൻഡ് വിശപ്പ്. എന്നാ പരിപാടിയാ? ചെറുപ്പിങ്ങടാവോ? ഉപ്പ് വേണോ? ഇല്ലേ, ഉപ്പ് നീരാണോ പൊടിയാണോ? ഏതായാലും കുഴപ്പമില്ല. ഇത്ര വേണോ? അയ്യോ, അത്രയൊന്നും വേണ്ട. ഇത്ര മതിയോ? മതിയായിരിക്കും. ഞാൻ ഓർത്ത് ഇന്നത്തെ വില കുറെ വേണോന്ന്. 2 മുട്ടയല്ലേ എടുത്തുള്ളൂ, അപ്പം കുറെ ഇട്ട ഉപ്പ് കൂടി പോവല്ലേ. എന്നാ വൈകിട്ട് കഞ്ഞിയും പേറും പോരെ? അയ്യോ, വേറെ വല്ലതും തരണം. അതിനാ നല്ലതല്ലായിരുന്നോ? നല്ലതൊക്കെ ആയിരുന്നു, പക്ഷേ വേറെ വല്ലതും മതി. കഞ്ഞിയും പേറും മതി, അതാ നല്ലത്. വേണ്ട വേണ്ട വേണ്ട, മതി. പിന്നെ
ആ പിന്നെ അച്ചമ്മച്ചി തന്നെ കാച്ചിയ എണ്ണയാണോ? അച്ചമ്മച്ചി തന്നെ കാച്ചി എണ്ണയല്ലേ അച്ചമ്മച്ചി ഇന്നും വെക്കും. ഉണ്ടോ? സ്വന്തമായിട്ട് കാച്ചും സ്വന്തമായിട്ട് തേക്കും. വേറെ ആർക്കും കൊടുക്കുകയല്ലേ? ഇല്ലില്ല. വേറെ ആർക്കും കൊടുക്കാൻ ഇപ്പൊ മരുന്ന് പറിക്കാനില്ല. മഴ വെയിലായിരുന്നോണ്ടില്ലായിരുന്നു. ഇനിയിപ്പൊ കാച്ചിയ കൊടുക്കാം. കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേനെ വിശന്ന് പോയെന്ന് തോന്നുന്നു. അത് കെലോക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയേക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന അത്ര സമയമേ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. വരും. ആയോ അമ്മേ? അത് കുടിച്ചോ? ചൂടല്ലായിരുന്നോ? കുറച്ചും കൂടെ ഉണ്ട്. ഒരു 2 മിനിറ്റ് റെഡിയാക്കി. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. നവനി ആയോ? വേറെ പ്ലേറ്റ് വേണോ? വേറെ പ്ലേറ്റ് വേണോ? മതി. ഇത് കുടിച്ചില്ലേ? കുറച്ചുകൂടെ ഉണ്ട്. പപ്സിന് വേണോ? ബ്രെഡ് ഓംപ്ലേറ്റ് ഇടാം. ഉണ്ടാക്കോ? ബാക്കി ഉണ്ടാക്കട്ടെ. ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ അണ്ണാൻകുഞ്ഞിനെ തുറന്നു വിടണ്ടെന്ന്. ഇതിപ്പോ കണ്ടോ? തുറന്നിട്ട് വന്ന് എന്റെ തുണിയുടെ ഇടയെ കയറി. ഇത് കണ്ടോ ഇരിക്കുന്ന നൈറ്റിക്കകത്ത് കയറി നോക്കിയാ കിടക്കുന്നത് എങ്ങനെയാന്ന്. തലയും കുത്തി ഏറ്റുപോടാ ഏറ്റുപോടാ. നല്ല ആ പിന്നെയും കയറി വന്നിട്ട് കിഴുതാ കയറുന്ന ഇങ്ങനെ. ഏറ്റേ എന്റെ പോക്കറ്റിന്റെ അകത്ത് കിടക്കുമായിരുന്നു. ആ എവിടെയല്ലേ ഇരുന്നാ ഉടനെ നിക്കറിന്റെ പോക്കറ്റില്. നോക്കിക്കേ ഇത് കണ്ടോ? ഏറ്റു പോയി കൂട്ടിക്കിടന്നേ കണ്ണു കണ്ണാപ്പി. അതെ, കൂട്ടിക്കൊണ്ടിട്. എന്റെ മേത്ത് ഇങ്ങനെ കേറിയിരിക്കാതെ നോക്കി കണ്ടാ ചെറുണ്ട് കൂടുന്നു കുടിച്ച. ടെസ്റ്റ് പൊതി ഉണ്ടായിരുന്നോ കുഞ്ഞേ? മറന്നു പോയോ? എന്നാ കിട്ടി? നാളെ കൊണ്ടുപോകണ്ടേ? പൊതിഞ്ഞ് കഴിഞ്ഞു. എടുത്തു വെച്ചോ. പേരും കൂടെ എഴുതി ഒട്ടിച്ചിട്ടേ എടുത്തു വെച്ചോ. കഞ്ഞിയും പേറും പിന്നെ എങ്ങനെ പോരെ? മത്തി വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പം മത്തി വെച്ച് നമുക്ക് ഒരു പരീക്ഷണം നടത്താം. നേരത്തെ ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പേ അമ്മ ഉണ്ടാക്കി തരത്തില്ലായിരുന്നു. ഈ കുക്കറിന്റെ അകത്ത് കുക്കറിനകത്ത് മതിയല്ലേ? കുക്കറിനകത്തല്ലേ, നമുക്ക് പാനിനകത്ത് തന്നെ അതുപോലെ ഉണ്ടാക്കാം. ഒന്ന് ടെസ്റ്റ് എടുത്തോണ്ട് വെച്ചിട്ട് വാ. കണ്ടോ എന്റെ പോക്കറ്റിൽ കയറിക്കണമെന്ന് എന്നാ ഉറക്കമാന്ന്. എന്നിട്ട് ഇപ്പൊ എത്തി നോക്കുക. ഇറങ്ങി. നീ നടന്നിട്ടാ ഇറങ്ങിയത്. എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിലേ അവിടെ കിടന്നുറങ്ങിക്കോളൂ. ദേഹത്തൂടെ എല്ലാം നടക്കുക. ഇങ്ങോട്ടാ ഇങ്ങോട്ടാന്ന്. ചോറ് വേണോ? ചോറ് വേണോ? ചോറ് പോടാ. എന്നാ അമ്മ ഇതാണോ അമ്മ പറഞ്ഞ മത്തി? മത്തി നേരത്തെ ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടേ വെട്ടി വെച്ചിരുന്നാണേ. വീട്ടിൽ നമുക്കിത് വെച്ചൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം. ഇപ്പൊ വിലക്കുറവാണോ മത്തിക്കും മീനും എല്ലാം? അറിയത്തില്ല. മത്തിക്കകത്ത് നിറയെ മുട്ട ഉണ്ടായിരുന്നു. എന്ത് ചെയ്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് തോരൻ വെച്ചിട്ടുണ്ട് കുരുമുളകൊക്കെ ഇട്ട്. എന്റെ ഫേവറേറ്റ് ഡിഷുകളിൽ ഒന്നായ മീൻമുട്ട തോരൻ. നമ്മുടെ മീൻ റെസിപ്പിക്കുള്ള മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും. ഇത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. ഇത് തീ കത്തിച്ചിട്ടില്ല. തീ കത്തിക്കാതെ തന്നെ നമ്മളിതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതെന്തിനാ തീ കത്തിക്കാതെ? പുതിയ റെസിപ്പി അല്ലേടേ,
കഥയിൽ ചോദ്യമില്ല. ഓ, സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുവാണോ? പരീക്ഷണമാ, ഇതിനകത്ത് ചോദ്യം ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവമേ, ഞാനാണെങ്കി വല്ലയിടത്തും കണ്ടിട്ടുണ്ടാക്കുന്നതാണ് ഓർത്തെ. അല്ല, നമുക്ക് നോക്കാം. എന്നിട്ട് ശരിയാവുമോ നമുക്ക് നോക്കാം. ഇതിപ്പോ മറ്റേ മാങ്ങായിക്കും എല്ലാം ഇതുണ്ടാക്കത്തില്ലേ മസാല, അതേപോലെ ഉണ്ട്. നമ്മളെ എല്ലാ ദിവസവും ഒരേപോലെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ അല്ലേ കൂട്ടുന്നത്. നമുക്ക് ഒരു ദിവസം പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ശരിയായെങ്കിലാകട്ടെ അല്ലേ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് തീ കത്തിക്കാതെ തന്നെ ഇനി തീ കത്തിക്കാം. തീ കത്തിച്ചിട്ട് പാൻ ഇതൊന്ന് ചൂടാകട്ടെ. ഒന്ന് ചൂടായി വരട്ടെ. മസാല ഇടാൻ തുടങ്ങി കാണുവേ. ഇനി നമുക്ക് ഓരോന്നിട്ടിട്ട് വെള്ളം ഒഴിക്കണ്ടേ മീൻ കറിക്ക്? കേടേ, ഇത് ശരിക്കും കഥയിൽ ചോദ്യമില്ലേ? ചോദ്യമില്ല. ഇത് മസാലയെ മസാല വേണോ പിടിക്കാൻ? മസാലയും കൊണ്ട് ഇത് വേകട്ടെ. എന്നിട്ടാണോ? കണ്ടോ, ഇപ്പം നല്ല മസാലയുടെ ഒരു മണമൊക്കെ വരുന്നില്ലേ? ഈ എണ്ണയ്ക്കകത്ത് ഈ പൊടി ചൂടാകുന്നതിന്റെ ഒരു മണമില്ലേ? ഞങ്ങളുടെ പരീക്ഷണം, മത്തി വെച്ചുള്ള ഒരു പരീക്ഷണം. ഒരു കാര്യം അറിയണോ? ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വല്ലോടത്തും കണ്ടിട്ടുണ്ടാക്കിയതാന്ന് ഓർത്താ ഞാൻ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തേ. ലാസ്റ്റ് വന്നപ്പോ ഇല്ലേ, മസാല എടുത്തിട്ട് തീ കത്തിക്കാതെ മസാല എല്ലാം കൂടി ഇട്ടിട്ട് മസാല മിക്സ് ആക്കി. എന്നിട്ട് പറയുക പുതിയ റെസിപ്പിയാ, ഇതിന്റെ അകത്ത് തീ ഓണാക്കാതെ ഫസ്റ്റ് റെഡിയാക്കുന്നതെന്ന്. പരീക്ഷണമാ, വിജയിക്കും ഉറപ്പാ. വിജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ശുഭപ്രതീക്ഷ. അണ്ണാകുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിയുടെ പോക്കറ്റിൽ കയറിയിരിക്കുവായിരുന്നു. ഈ 2 പോക്കറ്റിന്റെ അകത്ത് മാറി മാറി കേറി ഇരിപ്പാ. ഇറങ്ങുകയല്ല, അവിടെ ഇരിക്കുവോ, ഇറങ്ങുകയേ ഇല്ല. ഇല്ല, ചൂടടിച്ചിട്ടേ സുഖമായിട്ടിരുന്ന് ഉറക്കുവാ, അതിനകത്തൊന്നും ഇറങ്ങുകയല്ല. അണ്ണാകുഞ്ഞ് മീൻ തിന്നുവോ? പിന്നെ അണ്ണാകുഞ്ഞ് കടലിൽ ചെന്ന് മീൻ പിടിച്ച് തിന്നും. എല്ലാവേ ഇനി എത്ര നേരം മീനെല്ലാം നമ്മൾ ഇട്ടു, മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടെ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം, ഒന്ന് വേവട്ടെ. എത്ര നേരമാണ് വേവിക്കേണ്ടത്? ഒന്ന് മത്തി വറക്കുന്നൊക്കെ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് വന്ന് മറിച്ചിടാം. ഓക്കെ, നമ്മുടെ മീനെ ഒരു സൈഡ് വന്നിട്ടുണ്ട്, അത് മറിച്ചിടുവാണേ. ഇത് പാനിനകത്ത്. ഇത് അമ്മ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു റെസിപ്പിയാ. ആണോ? കുക്കർ മത്തിയുടെ ടേസ്റ്റ് കിട്ടിയാ പോരെ? അതേറ്റു. അത് മറിച്ചിടാൻ ഇത്തിരി പാടാൻ തോന്നുന്നല്ലേ? അതൊക്കെ പറിച്ച് മറിക്കുവോ? ഇല്ല, പൊളിഞ്ഞില്ലല്ലോ, ഒന്നും പൊളിഞ്ഞു പോയില്ല. പൊളിഞ്ഞൊന്നും പോയില്ല. നിനക്ക് ഒരു വിശ്വാസം ഇല്ലാത്തതിനാടാ? അല്ല, പുതിയ റെസിപ്പി, അതും തന്നെ പുത്തൻ പിന്നെ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാ ഞാൻ ഉണ്ടാക്കി തരുന്നെന്നാണോ വിചാരിച്ചേക്കുന്നേ? അപ്പൊ അല്ലേ എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ലേ? അത് ശരി. എന്നാ പെട്ടെന്ന് സെറ്റാക്കി. ഞാനിതിലൊക്കെ എക്സ്പെർട്ട് ആയിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു. മറിച്ചിട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. മറ്റേ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ വെളുത്തുള്ളി ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോ അങ്ങനെ നല്ലൊരു ടേസ്റ്റ് അല്ലേ? മറ്റേ ഈ മിക്സ്ചറിന്റെ അകത്തൊക്കെ വരത്തില്ലേ, അതൊക്കെ വെളുത്തുള്ളി ഫ്രൈ ആയിട്ട് ചിക്കൻ ഫ്രൈ മിക്സ്ചർ, അത് തൊണ്ടോടുകൂടി ചതച്ചിടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. ഇനി ആ സൈഡും കൂടെ വേകട്ടെ. സെറ്റാക്കിക്കോ. ഓക്കെ, നമ്മുടെ മീൻ നന്നായിട്ടേ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വാളംപുളി പിഴിഞ്ഞതാണേ, അത് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ വെള്ളമില്ലാത്ത പരിപാടിയല്ലേ, ഫ്രൈ അല്ലേ? നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഒഴിച്ചാലും മതി. പിന്നെ നമുക്ക് നാരങ്ങ അരിപ്പില്ലാത്തത് കൊണ്ട് ഒരാൾ വന്ന് അന്തം വിട്ട് നിൽക്കുന്ന കണ്ടോ? എന്നെ ഉണ്ടാക്കുന്നേന്നായി ആലോചിക്കുന്നേ.
മീൻ വറുത്തതിനകത്തുകൊണ്ട് പുളി ഒഴിക്കുന്നു. ആ എന്നൊക്കെ കാണിക്കുന്നേ. ഞാനിങ്ങനെ വറുത്ത് കഴിഞ്ഞ് പുളി ഒഴിക്കുക, ഞാൻ വറക്കുന്നതിന് മുമ്പ് പുളി ഒഴിക്കും. ഇതിപ്പോ വെറൈറ്റി ആയിട്ട് എന്തോ ഉണ്ടാക്കുക അമ്മ, അതാ. കൂട്ടി നോക്കിയിട്ട് പറ. അതെ, ഉണ്ടാക്കിയ നല്ല സ്വാദാ. ഏതായാലും മീനിന് പുളി ചേർക്കുന്നു. അപ്പൊ ആ പുളിയും കൂടെ ഉണ്ടെങ്കിൽ വറുത്ത മീനിന് പുളിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിലയും എല്ലാം വറുത്ത് കോരി ഇട്ടിട്ടുണ്ട്. ഇതേ വേറൊരാൾ വന്നിട്ടുണ്ട്. ഇതോ ഇതാണ് മത്തി 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 പറ്റിച്ചത്. അങ്ങനൊക്കെ പറയാം. വറുത്ത് പറ്റിച്ചത്. ആരൊക്കെയോ വറുത്ത് പറ്റിച്ച മത്തിയത്. അതെ, നിന്നെ പറ്റിക്കാനാ. പൊട്ടിത്തെറികൾ എന്നും അമ്മയുടെ ഒരു വീക്ക്നെസ്. നിനക്കല്ലേ മത്തി കറി വെച്ചാലൊന്നും വേണ്ടാത്ത, അതുകൊണ്ടാ ഇങ്ങനെ വറുത്ത് പറ്റിച്ചു തരുന്നത്. മത്തി മാത്രമല്ല, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. ചൂടുണ്ട്. ആവശ്യം നല്ല ചൂടാ. ഒന്ന് മാറ്റിക്കാമേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പെഷ്യൽ മീൻ മുട്ട. മുട്ട എന്നൊരു പേരുണ്ടോ? അത് നമ്മുടെ ഫേവറേറ്റാ. മീൻ്റെ ആണേലും കുഴപ്പമില്ല, കോഴിയുടെ ആണേലും കുഴപ്പമില്ല എന്നല്ലേ. രണ്ടും മുട്ട തന്നെ. അതെ, നല്ലവരെയും വിളിച്ചോണ്ട് വാ, കഴിച്ചേക്കാം. ഓക്കെ. വിളമ്പുവല്ലേ? കഴിച്ചേക്കാം, എല്ലാരെയും വിളിച്ചോ. ഓക്കെ, വിളമ്പുവല്ലേ? അമ്മയുടെ സ്പെഷ്യൽ മീൻകറി എങ്ങനെ ഉണ്ടെന്ന് കൂട്ടി നോക്കിയിട്ട് പറയാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സൂപ്പറാണ്. സൂപ്പർ സാധനം. കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ? നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് സൂപ്പറാണോ? ഞാനും കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ മീൻ മുട്ട ആദ്യം കഴിച്ചു. വെളുത്തുള്ളിയൊക്കെ വറുത്തിട്ടോ. എന്റെ കൈകിട്ട് കടിയും കിട്ടി. എങ്ങനെയാ നീ എന്നെ കടിച്ചിട്ടുണ്ടോ? അത് ശരിയാ, തന്നെ പറയും. അമ്മ തിന്നത് ഞങ്ങള്. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ. അമ്മ കുക്കറി വെച്ചെടുത്തില്ലായിരുന്നോ? അതേപോലത്തെ മീനിന്റെ ടേസ്റ്റ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പി ആണെങ്കിലും സംഭവം കൊള്ളാം അല്ലേ? കിടുവാ. ഞാൻ ഓർത്ത് നീ ആദ്യമായിട്ട് നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോഴേ കഴിച്ചു നോക്കിട്ടാ പറഞ്ഞാണ്. നിന്റെ ചാറ് നല്ല പെരണ്ടല്ലായിരിക്കുന്നു. ചോറിനകത്ത് ഗ്രേവിയാ നല്ല സൂപ്പറായിട്ട്. അതെന്നാന്നറിയോ? വാളംപുളി ഒഴിച്ചില്ലേ കുക്കറിനകത്ത് മത്തി കറി വെക്കുമ്പോ വാളംപുളി ഒഴിക്കുന്നേ. അതാ കുഞ്ഞി ആ ടേസ്റ്റ് വന്നേ. ഇപ്പോഴേ ഇന്നത്തെ വൈകിട്ടത്തെ റെസിപ്പി ഇതൊക്കെയായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയൊക്കെ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.